ഈ റഹ്മാനാണ് നമ്മളുടെ ഓരോ സെക്കൻഡിലും നമ്മളോട് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വല്ലാത്തൊരു കടാക്ഷം നമ്മിലേക്ക് വന്നോണ്ട് ഇത് തിരിച്ചറിയണം. തന്റെ ഭർത്താവ് മരിക്കാൻ കാരണമായ, അവന്റെ ഉപ്പ മരിക്കാൻ കാരണമായ മകൻ, ഉമ്മാക്കൊരു ഗുണം ചെയ്തു കൊടുക്കാത്ത മകൻ, വലിയ പൈസയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് ഗൾഫിലായി കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ആയി. ആ സമയത്തൊന്നും ഇങ്ങനെ ഉമ്മ മോനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. മരിക്കണേന്റെ മുമ്പ് ഇതാണ് ഉമ്മാനെ ചവിട്ടിയ ആൾക്ക് പോലും അല്ലെ, ഉമ്മാനെ ചവിട്ടി പിടിച്ച് അടിച്ച് ലാസ്റ്റ് മോനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുമ്പോ ഉമ്മ കരയാണ്, പോലീസിന്റെ കാലോച്ചിന്റെ മോനൊന്നും ചെയ്യില്ല. ഇതാണ് റഹ്മാനിയത്ത്. എനർജി ലോ ആവുമ്പോൾ വീണ്ടും നമ്മളതൊന്ന് ബൂസ്റ്റ് ചെയ്ത് വീണ്ടും അവന്റെ കൂവത്തും നമ്മുടെ ഉള്ളിൽ തന്നെ അവനുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് വീണ്ടും ഇട്ട് തരികയാണ് ചെയ്യുന്നത്. ലൈഫിനുള്ളൊരു ടോട്ടൽ സൊല്യൂഷനാണ് ഇത് എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ലൈഫിലെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നമുക്കിന്ന് കിട്ടി. ഒരുപാട് 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 നന്ദിയുണ്ട് സാർ. ഇത്രയും നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്തു തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി. ഇതൊക്കെ ചെയ്തപ്പോൾ ഉള്ളിന് എന്തോ ഒരു വേദന, ഒരു കുത്തണ, ഒരു ദോഷബാധ എന്നൊക്കെ ഇങ്ങനെ ഖുർആനിന്റെ അർത്ഥം വായിച്ച ആ ഒരു ഫീലിംഗ് അതിങ്ങനെ പുറത്തു പോകുന്നു. ഭയങ്കര ഒരു അനുഭവമാണ്. ഈ റഹ്മാനാണ് നമ്മളുടെ ഓരോ സെക്കൻഡിലും നമ്മളോട് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വല്ലാത്തൊരു കടാക്ഷം നമ്മിലേക്ക് വന്നോണ്ട് ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാന്നുള്ളതാണ്. മറ്റാരും റഹ്മാനല്ല. നിങ്ങളോട് ഒരാൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റഹ്മാനിയത്തിന്റെ പൊലിവും ഒളിവും അയാളിലുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അള്ളാനെ മരകടി സ്നേഹിക്കുന്നത്. ഉമ്മാന്റെ അടുത്ത് സ്നേഹമില്ല, ഉപ്പാന്റെ അടുത്ത് സ്നേഹമില്ല, അത് വായ്പയാണ്. എവിടെ നിന്നാണ് ഉമ്മാക്ക് സ്നേഹം കിട്ടുന്നത്? എവിടുന്ന് കിട്ടും? കിട്ടൂല. ഉമ്മാന്റെ കൽബിന്റെ ഉള്ളിൽ റഹ്മത്തുണ്ടെങ്കിൽ അത് റഹ്മാനിയത്തിന്റെ ഫ്ലോയാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയോട് അലിവും വാത്സല്യം തോന്നി ചെറിയ കുട്ടിനെ നിങ്ങൾ തള്ളിടുവോ, അടിക്കുവോ? ഒരു വയസ്സായ കുട്ടിന്, 3 മാസമായ കുട്ടിന് എവിടുന്ന് അങ്ങോട്ടേക്ക് ഉള്ളിൽ നിന്ന് വരുന്നത്? അത് വന്നിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ചില സുഖമൊന്നുമില്ലാത്ത ചില പിള്ളേരുണ്ടാവും, കുട്ടികളെ അവർക്ക് അറിയുന്നില്ല. ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന അലിവും ഇഷ്ടവും സ്നേഹവും എഴുതുന്നതായിരുന്നേ. കാരണം അള്ളാന്റെ ക്വാളിറ്റിയാണ് റഹ്മാനിയത്ത്.